ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ഈ വർഷം ഒക്ടോബർ വരെ ഔദ്യോഗിക കണക്ക് പ്രകാരം കേരളത്തിലെ റോഡ് അപകടങ്ങളുടെ എണ്ണം 40,821. അതിൽ മരിച്ചവർ 3,168. പരുക്കേറ്റത് 45,657 മനുഷ്യർക്ക്. ഏറ്റവും ഒടുവിൽ പത്തനംതിട്ടയിലെയും പനയമ്പാടത്തെയും കളർകോട്ടെയും അപകടങ്ങൾ കണ്ട് ഞെട്ടിത്തെറിച്ചവരാണ് നമ്മൾ. നിരത്തിലെ നിണം കണ്ട് തലയ്ക്ക് കൈവച്ചവരാണ് നമ്മൾ. ഗതാഗത അച്ചടക്കത്തിനും അവബോധത്തിനും ക്ലാസ് എടുക്കുന്ന അതേ സർക്കാരിനെ നയിക്കുന്നവരാണ് വഞ്ചൂരിൽ റോഡടച്ച് വേദി കെട്ടിയത്, വഴി തടഞ്ഞ കൊടി കെട്ടിയത്. നടപടിക്ക് പോലീസും മടിച്ചപ്പോൾ കോടതിക്കും കടുപ്പിക്കേണ്ടി വന്നു. ഇന്നും ചോദിച്ചിട്ടുണ്ട് ഹൈക്കോടതി പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ. ചോദ്യം പോലീസിനോടും സർക്കാരിനോടും മാത്രമല്ല, അവരെ നയിക്കുന്നവരോട് കൂടിയാണ്. വിശദമായി നോക്കാം. തെരുവിലെ ധാർഷ്ട്യം. ചർച്ചയിൽ ലീഗ് പ്രതിനിധി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായാണ്. CPM പ്രതിനിധി ഡോക്ടർ ഷിജു ഖാനാണ്. അഡ്വക്കേറ്റ് BJ വിഷ്ണു BJPയിൽ നിന്നും. ആദ്യം ഷിജു ഖാൻ, ഹൈക്കോടതി തുടർച്ചയായി പല ദിവസങ്ങളിലായി പല ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ DGP സത്യവാങ്മൂലം സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ പാടില്ല എന്ന സർക്കുലറുണ്ട്, അതിനുശേഷവും അങ്ങനെ നടത്തുകയായിരുന്നു എന്നുള്ളതാണ്. തടയാൻ ശ്രമിച്ചിരുന്നു എന്നും പോലീസ് പറയുന്നു. അപ്പോൾ പോലീസ് റിപ്പോർട്ടിനെ എങ്ങനെയാണ് CPIM കാണുന്നത്? പൊതുവിൽ ഗതാഗത നിയമങ്ങൾ പാലിച്ചുകൊണ്ടും നിയമപരമായ നടപടികൾ അംഗീകരിച്ചുകൊണ്ടും പൊതുസമ്മേളനങ്ങളും അതോടൊപ്പം റാലികളും മറ്റ് രാഷ്ട്രീയ പരിപാടികളുമൊക്കെ നടത്തണം എന്ന അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. കാലാകാലങ്ങളായി CPIM അത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കൂടിയാണ്. ഒറ്റപ്പെട്ട് ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില സംഭവങ്ങൾ ഉണ്ടായാലോ അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാലോ അത്തരം സംഭവങ്ങൾ തീർച്ചയായിട്ടും അത് ചൂണ്ടിക്കാണിക്കുകയോ വിമർശിക്കുകയോ ചെയ്യുമ്പോഴൊക്കെ ഞങ്ങളത് ഉൾക്കൊണ്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. CPIM മാത്രമല്ല, പൊതുവിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പൊതുസമ്മേളനങ്ങളും അതോടൊപ്പം റാലികളും അടക്കം നിലവിലുള്ള നിയമപരമായ നടപടികൾക്കുള്ളിൽ നിന്നുകൊണ്ടും അതോടൊപ്പം വഴിയാത്രക്കാരെയും സാധാരണക്കാരായിട്ടുള്ള ആളുകളെയും ബുദ്ധിമുട്ടിക്കാതെയും പ്രയാസപ്പെടുത്താതെയും നടത്തണമെന്ന ഒരു അഭിപ്രായവും തന്നെയാണ് ഞങ്ങൾക്ക് ഏവർക്കുമുള്ളത്. ഇപ്പോൾ വഞ്ചൂരിലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ചില നിരീക്ഷണങ്ങളും നിങ്ങൾ ഉന്നയിക്കപ്പെട്ടതുപോലെ പോലീസിനോടൊക്കെ ചില ചോദ്യങ്ങളുമൊക്കെ ചോദിച്ചിട്ടുള്ളത്. നേരത്തെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിൻ്റെ ഗേറ്റുകളെല്ലാം ക്ലോസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവിടെ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള വേദി അടക്കം സംഘടിപ്പിച്ച് നടത്തിയിട്ടുള്ള ചില പൊതുപരിപാടികളുണ്ട് അടുത്ത കാലത്ത് തന്നെയാണ്. അതോടൊപ്പം കണ്ണൂരിലെ തോട്ടട ITIയിലെ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ത്രീയെയും കുഞ്ഞിനെയും അടക്കം വഴിയിൽ തടയുന്ന നിലപാട് അവിടുത്തെ KSUക്കാരും കോൺഗ്രസ്സുകാരും ഒക്കെ സ്വീകരിക്കുകയും ചെയ്തു. ഇതിലെല്ലാം പൊതുവിൽ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതോടൊപ്പം ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ കാര്യമായ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. വഞ്ചൂരിലെ സംഭവത്തിനും ആ ശ്രദ്ധ വേണ്ടിയിരുന്നു എന്ന് ഞാൻ ആദ്യം തന്നെ അക്കാര്യം ആ നിലയിൽ തന്നെയാണ് അതിനെ അഡ്മിറ്റ് ചെയ്യുന്നത്. ഡോക്ടർ ഷിജു ഖാൻ, ഈ അഡ്മിറ്റ് ചെയ്യൽ ഞാൻ സമ്മതിക്കുന്നു. ഡോക്ടർ ഷിജു ഖാൻ, ഇപ്പോൾ പാർട്ടി അത് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഏത് ഘട്ടത്തിലാണ് സമ്മതിച്ചതെന്നൊരു വിഷയം കൂടിയുണ്ടല്ലോ. അന്ന് റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ആ സമ്മേളനം നടത്തുന്ന ഘട്ടത്തിൽ തന്നെ അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ അത് കുത്തിത്തിരിപ്പാണ് എന്ന പ്രതികരണമാണ് പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്ന് തന്നെ വന്നത്. ഇതിപ്പോൾ കോടതിയിൽ ഒരു ഹർജി
ഹർജി വരുന്നു, കോടതി അതിശക്തമായി പ്രതികരിക്കുന്നു എന്ന ഘട്ടം വരുമ്പോഴാണ് നിങ്ങൾക്ക് തുടർ ഭരണത്തിൻ്റെതായ ഒരു അധികാര പ്രമത്ത തലയ്ക്ക് പിടിച്ചതിനു ശേഷം സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് അതിനെ വിലയിരുത്തിയാൽ നിങ്ങൾക്കത് നിഷേധിക്കാൻ കഴിയുമോ? ഇതൊരു ചെറിയ പരിപാടിയല്ല, ഇത് തലസ്ഥാനത്തേതാണ്. ഇത് വഞ്ചൂരിലാണ്. വഞ്ചൂർ എന്ന പ്രദേശം തിരുവനന്തപുരത്തുള്ളവർക്ക് അറിയാവുന്നതാണ്. ഈ പരിപാടി നടന്നത് ഒരു റോഡ് കൊട്ടിയടച്ചുകൊണ്ടാണ്. അപ്പുറത്തേക്ക് പോകുന്ന റോഡിൽ സ്കൂളുണ്ട്, കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ജനറൽ ഹോസ്പിറ്റലുണ്ട്. ഈ പരിപാടി നടന്നതിൻ്റെ തൊട്ട് മുന്നിലാകട്ടെ കോടതിയാണ്, വഞ്ചൂർ കോടതിയാണ്. അതിന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ വഞ്ചൂർ പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ കോടതി ആയാലും പോലീസ് സ്റ്റേഷനായാലും അതിൻ്റെ മുന്നിൽ ഞങ്ങൾ സമ്മേളനം നടത്താൻ നിശ്ചയിച്ചാൽ ഞങ്ങൾ നടത്തിയിരിക്കും എന്നൊരു ധാർഷ്ട്യം അതിന് മുന്നിലില്ലേ? അതാണ് കോടതിയും ചോദിക്കുന്നത്. എങ്ങനെയാണ് അങ്ങനെ ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യം. അതിലൂടെ സ്കൂൾ കുട്ടികൾ, ആശുപത്രിയിലേക്ക് പോകുന്ന ആംബുലൻസുകൾ, ഇതൊക്കെ തടയുന്ന രീതിയിൽ ആ വഴി കുട്ടിയടക്കിയാണ്. അപ്പോൾ പോലീസ് പറയുന്നത് സർക്കുലറുണ്ട്, ഇങ്ങനെ സമ്മേളനങ്ങൾ നടത്താൻ പാടില്ല എന്നുള്ള സർക്കുലറുണ്ട്. ശരിയാണ്, കോടതി ഉത്തരവുണ്ട്. കോടതിയുടെ ഉത്തരവ് തന്നെയുണ്ടല്ലോ, റോഡുകളിൽ ഈ തരത്തിൽ സമ്മേളനങ്ങൾ നടത്താൻ പാടില്ല എന്നുള്ള ഉത്തരവ് അവിടെ നിലനിൽക്കുമ്പോഴാണ്. അതാണ് കോടതി അലക്ഷ്യത്തിന് കേസെടുക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ എന്ന് കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഒരു റോഡ് കൊട്ടിയടച്ചുകൊണ്ട് അവിടെ നിങ്ങളുടെ സമ്മേളനം നടത്താമെന്ന ആലോചന ഉണ്ടാകുന്നത്. അത് ഒരു തലയിൽ മാത്രം ഉദിച്ച ബുദ്ധിയായിരിക്കില്ലല്ലോ. വഞ്ചൂർ എന്നൊരു സ്ഥലത്ത് സമ്മേളനം നടത്താമെന്ന് തീരുമാനിക്കുമ്പോൾ പാർട്ടി അത് ആലോചനകൾ ഏതൊക്കെ തലത്തിൽ നടന്നിട്ടുണ്ടാകും? അപ്പോൾ ഇത് ഈ വിവാദമായ ശേഷം, കോടതിയുടെ അതിശക്തമായ പ്രതികരണങ്ങൾ വന്ന ശേഷം, അപ്പോഴാണല്ലോ നിങ്ങൾക്ക് ഇതൊരു പിഴവാണ് എന്ന് മനസ്സിലാവുന്നത്. അങ്ങനെയെങ്കിൽ ആരുടെയൊക്കെ പിഴവെന്ന ചോദ്യമുണ്ട്. വേദിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, ആ പരിപാടിയിൽ ആരൊക്കെ പങ്കെടുത്തു, കുറേ ചോദ്യങ്ങളെന്ന് കോടതി ചോദിച്ചിരിക്കുന്നു. പോലീസിനെ നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ നിഷേധിക്കുമോ ഷിജു ഖാൻ? സ്മൃതി, നിങ്ങൾ വാസ്തവത്തിൽ ഈ വഞ്ചൂർ സംഭവത്തെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ ജില്ലയിൽ, തിരുവനന്തപുരം ജില്ലയിൽ വിവിധങ്ങളായ ബ്രാഞ്ച് സമ്മേളനങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങൾ പൊതു സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ജില്ലയിലെ 180-ലധികം ലോക്കൽ സമ്മേളനങ്ങൾ നടക്കുകയും അവിടെ ഞങ്ങൾ പൊതുസമ്മേളനം നടത്തുകയും ചെയ്തു. 19 ഏരിയ സമ്മേളനങ്ങളും ആ ഏരിയ സമ്മേളനങ്ങളുടെ അനുബന്ധ പരിപാടികളായി 100 കണക്കിന് സാംസ്കാരിക കൂട്ടായ്മകളും അതോടൊപ്പം വിവിധ പൊതുയോഗങ്ങളും ഉൾപ്പെടെ ജില്ലയിൽ ആകമാനം ഞങ്ങൾ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അവിടെ ഒന്നും നിങ്ങൾ ഈ പറഞ്ഞ പോലെ അങ്ങനെയാണെങ്കിൽ ധാർഷ്ട്യവും ഗവൺമെൻറ്റിൽ അധികാരത്തിലിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ധിക്കാരവും ഒക്കെ അങ്ങനെ CPIM ഉണ്ടെങ്കിൽ ആ തിരുവനന്തപുരം ജില്ലയിൽ നടന്ന 1000-ലധികം കേന്ദ്രങ്ങളിൽ നടന്ന നിരവധി പ്രവർത്തനങ്ങളിലൊക്കെ അത് വരേണ്ടിയിരുന്നല്ലോ. ഞങ്ങളങ്ങനെ ധിക്കാരമോ ധാർഷ്ട്യമോ ഒന്നും പ്രകടിപ്പിക്കുന്ന പാർട്ടിയല്ല. ഞങ്ങൾക്കങ്ങനെ ഗവൺമെൻറ് ഇരിക്കുന്നതിൻ്റെ ധിക്കാരവും ധാർഷ്ട്യവും ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വിനയാന്വിതരുമാണ്. പിന്നെ വഞ്ചൂരിലെ സംഭവമാണ് ഞാനൊന്ന് പറഞ്ഞു തീർക്കണം. അതായത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആ കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. വഞ്ചൂരിലെ ഈ കോടതിയും അതോടൊപ്പം അവിടെ നിന്ന് പിന്നെ നമ്മുടെ മാതൃഭൂമി അടക്കം ജനറൽ ഹോസ്പിറ്റലിലേക്ക് വരുന്ന റോഡുണ്ട്. അതിനപ്പുറം പിന്നെ തമ്പാനൂരിലേക്കും ആയുർവേദ കോളേജിലേക്കും ഒക്കെ പോകുന്ന റോഡുണ്ട്. കൈതമുക്കിലേക്ക് പോകുന്ന റോഡുണ്ട്. അപ്പോൾ ഈ പ്രത്യേക ഈ യോഗം നടന്ന സ്ഥലത്ത് വാസ്തവത്തിൽ അവിടെ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് ഈ യോഗം നടക്കുന്ന ദിവസം അങ്ങനെ ഗതാഗത ഉണ്ടാകില്ല എന്ന ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലും അപ്രകാരമുള്ളൊരു ധാരണയുടെ അടിസ്ഥാനത്തിലുമാണ് ഇങ്ങനെ ഒരു സംഭവം അവിടെ വേദി കെട്ടുന്നത്. ഞാൻ അഡ്മിറ്റ് ചെയ്ത കാര്യമാണ്, ആദ്യം തന്നെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു മുൻധാരണ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു സംഭവം ഉണ്ടാവുകയും പിന്നീട് വിവാദമാവുകയും കോടതിയിലടക്കം അത് പോവുകയും ചെയ്ത സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഞങ്ങളാകെ അഹങ്കാരികളും ധിക്കാരികളും ഒക്കെ ആയിരുന്നെങ്കിൽ നമ്മുടെ ജില്ലയിൽ ആകമാനം, ഇപ്പോൾ ഞാൻ പറയണം, ഞാൻ തന്നെ കുറഞ്ഞത് ഒരു 10-30 യോഗങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിൽ ഈ പാർട്ടി സമ്മേളനങ്ങളുടെ ഭാഗമായിട്ട് ചെറുതും വലുതുമായ യോഗങ്ങളിൽ പ്രസംഗിച്ച ആളാണ്. ഇപ്പോൾ ഇന്നലെ പോലും പിന്നീട് കാഞ്ഞിരംകുളത്ത് പിന്നെ സഖാവ് A. റഹീമും സരിനും അടക്കം പങ്കെടുത്ത വലിയ യോഗം ഉണ്ടായിരുന്നു. വിപുലമായ പരിപാടികളൊക്കെ ഞങ്ങൾ ജില്ലയിലുടനീളം സംഘടിപ്പിച്ചിരുന്നു. ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായി. അത് ആ കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ നിങ്ങളിപ്പോൾ CPIM-ലേക്കാണല്ലോ ചൂണ്ടുന്നത്. കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കന്മാർ
CPI പരിപാടിയെയും ഞാൻ വിമർശിച്ചിട്ടുണ്ട്. പറഞ്ഞത് കോടതി അതല്ല സ്മൃതി, ഇതിലെ നിങ്ങളെ ഒരു പ്രമുഖ ജേർണലിസ്റ്റ് ആണല്ലോ. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് CPIM സംഘടിപ്പിച്ച ഒറ്റപ്പെട്ടതാണെങ്കിലും CPIM സംഘടിപ്പിച്ച ഈ പ്രവർത്തനത്തെക്കുറിച്ചാണല്ലോ നിങ്ങൾ ചർച്ച നടത്തുന്നത്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ, മതസംഘടനകൾ, അമ്പലങ്ങൾ, ക്ഷേത്രങ്ങൾ, പള്ളികൾ, അവരുടെ അതിലേക്ക് വരേണ്ടതാണ് പ്രധാനമാണ്. പക്ഷേ പൂർത്തിയാക്കാം ഷിജു. പക്ഷേ താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ഈ സമരങ്ങളെയും ഒരേ രൂപത്തിലാണോ വിലയിരുത്തേണ്ടത്? താങ്കൾ നേരത്തെ പറഞ്ഞ കോൺഗ്രസിന്റെ സമരത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ജനാധിപത്യ സംവിധാനത്തിന്റെ നിലനിൽപ്പിന് ഈ സമരങ്ങൾ അനിവാര്യമാണ്. അത് ഈ തടസ്സപ്പെടുത്തിക്കൊണ്ടാണല്ലോ സമരങ്ങൾ നടക്കുക. അപ്പോൾ സമരങ്ങൾ നടത്തുന്നതിനെ താങ്കൾ ഇപ്പോൾ കുട്ടിയടച്ചുള്ള സമരം എന്ന് പറഞ്ഞു. സമരത്തെ ഈ സമ്മേളനം നടത്തുന്നതിനെയും ഒരുപോലെ കാണാൻ CPM-നെ പോലുള്ളൊരു പാർട്ടിക്ക് കഴിയുമോ? ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഉത്സവങ്ങളുണ്ടല്ലോ. നമ്മുടെ പള്ളിയിലെ ഉത്സവമുണ്ട്, ക്ഷേത്രത്തിലതുണ്ട്, ചർച്ചിലെ അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഘോഷയാത്രകളുണ്ട്. ഒരു പൊതുസമൂഹം എന്ന നിലയിൽ വ്യത്യസ്തങ്ങളായ വിശ്വാസ സമൂഹങ്ങൾ, രാഷ്ട്രീയ നിലപാടുകൾ ഒക്കെയുള്ള ഒരു ബഹുസ്വര സമൂഹമാണ് നമ്മുടേത്. അപ്പോൾ അവിടങ്ങളിൽ അത്തരം സംഘടനകളുടേതായ ആഘോഷ പരിപാടികൾ വരുന്നുണ്ട്. നമുക്കറിയാം, റോഡ് ഗതാഗതത്തിന് പലപ്പോഴും അത് പ്രയാസം ഉണ്ടാക്കും. അതുകൊണ്ട് നമുക്ക് ഉത്സവത്തിൽ പോകാതിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പള്ളിപ്പെരുന്നാളിൻ്റെ ഘോഷയാത്രയിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല, അതല്ലെങ്കിൽ മറ്റൊരു മതാഘോഷത്തിൽ വിശ്വാസികൾക്ക് പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ രാഷ്ട്രീയ സമരങ്ങളെ കുറിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എല്ലാ ഗേറ്റുകളും അടച്ചു പൂട്ടുന്ന നിലയിലേക്ക് കോൺഗ്രസിന്റെ സമരങ്ങൾ നടന്നിരുന്നു. അടുത്ത കാലത്തും സമരങ്ങൾ നടന്നിരുന്നു. നമ്മൾ ഇപ്പോൾ കോടതിയുടെ മുന്നിൽ നിയമമാണുള്ളത് സ്മൃതി. എനിക്ക് സമരങ്ങളെക്കുറിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടുണ്ട്. പക്ഷെ കോടതിയുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അവിടെ നിങ്ങൾ വഴി തടയാമോ, അതല്ലെങ്കിൽ അവിടെ വേദി കെട്ടാമോ? ആ വേദി വഞ്ചൂരിലെ വേദിയാണെങ്കിലും, സെക്രട്ടേറിയറ്റിന് മുന്നിലെ വേദിയാണെങ്കിലും, അതല്ലെങ്കിൽ തമ്പാനൂരിലെ വേദിയാണെങ്കിലും, കോടതിയുടെ മുന്നിലേക്ക് വരുമ്പോൾ അതെല്ലാം തത്തുല്യമാണ്. പറഞ്ഞ കാര്യം ശരിയാണ്. പ്രതിപക്ഷം സമരം ചെയ്തിട്ടുണ്ട്, ഈ സെക്രട്ടേറിയറ്റിന് വഴി അടച്ചുള്ള സമരം. ആ സമരത്തെ എങ്ങനെയാണ് പോലീസ് നേരിട്ടിട്ടുള്ളത്? സമരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ തന്നെ ജലപീരങ്കി പ്രയോഗിച്ച അടക്കമുള്ള ദൃശ്യങ്ങൾ ഇവിടെ കേരളം കണ്ടിട്ടില്ലേ? അപ്പോൾ സമരം ചെയ്യുന്നവരോട് പോലീസ് അവിടെ ഏത് രൂപത്തിൽ പെരുമാറുന്നു പ്രതിപക്ഷ സംഘടനകളോട്? അതേസമയം ഈ സമ്മേളനത്തിന് 50 പോലീസുകാരെ നിയോഗിച്ച് അവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുകയാണ്. എന്നിട്ടാണ് ഇപ്പോൾ DGP അറിഞ്ഞിട്ടില്ല എന്ന്. അറിഞ്ഞപ്പോൾ തന്നെ നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നെന്ന്. ഞാൻ ലീഗ് പ്രതിനിധിയിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇതിപ്പോൾ ഷിജു ഖാൻ പറയുന്ന ഒരു കാര്യം, സമ്മേളനങ്ങൾ പല സ്ഥലത്തായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ CPM സമ്മേളന കാലയളവാണല്ലോ. ഇതിൽ ഒരൊറ്റ ഇൻസിഡൻ്റാണ് ഈ രൂപത്തിലായിട്ടുള്ളത്. റോഡ് കൊട്ടിയടച്ചുകൊണ്ട് ഒരു സമ്മേളനം നടത്തി. അത് പിഴവാണ് എന്നവർ സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. അത് CPM-നെ ആ രൂപത്തിൽ ആക്രമിക്കുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യമാണ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ചോദിക്കുന്നത്. പക്ഷേ കോടതി അതിനെ എത്രത്തോളം ഗൗരവത്തോടെ കണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോടതി അത് വിടാതെ പിടികൂടുന്നുണ്ട്. ആരൊക്കെ ആ സമ്മേളനത്തിൽ പങ്കെടുത്തു, അവരെ പ്രതി ചേർക്കുമോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഇന്നിപ്പോൾ 47 പേരെ പ്രതി ചേർത്തതായി DGP റിപ്പോർട്ട് നൽകുന്നുണ്ട്. പക്ഷേ ഉദ്ഘാടനം ചെയ്ത പാർട്ടി സെക്രട്ടറി, സമ്മേളനത്തിലുണ്ടായിരുന്ന ജില്ലാ സെക്രട്ടറി, ഇവരൊക്കെ അതിൽ പ്രതിപട്ടികയിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. തീർച്ചയായിട്ടും ഞാൻ ഈ CPM ഇപ്പോൾ നടത്തിയ സമരങ്ങളായാലും, മുൻപ് നടത്തിയ സമരങ്ങളായാലും, മറ്റിതര പാർട്ടികൾ നടത്തിയ സമരങ്ങളായാലും, കോടതികളുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അതിൻ്റെ ലിമിറ്റ് എക്സീഡ് ചെയ്യുന്ന സാഹചര്യത്തിലാണ്. ഇവിടെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികൾ ഏറ്റവും അധികം സജീവമായി ജനങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ ആ സമയത്ത് പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ വയലേറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ ജനങ്ങൾക്ക് യാതൊരു തരത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള സമരങ്ങൾക്ക് ഈവൻ ഭരണ സംവിധാനം കൂട്ടുനിന്നുകൊണ്ട് ജനങ്ങൾക്ക് സുഗമമായി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഒരുക്കുകയാണ്. ഇതാണ് കോടതി ഇൻ്റർഫിയർ ചെയ്തത്. ഇപ്പോൾ എത്രയായിരുന്നാലും ശരി, സമരങ്ങൾ നടത്താൻ വേണ്ടി പറയട്ടെ, സമ്മേളനമാണ്. അപ്പോൾ ആ സമ്മേളനങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഏതൊക്കെ ആയിരുന്നാലും ജനങ്ങളെ അത് ബാധിക്കുന്നു എന്നാണ് അതിൻ്റെ പ്രശ്നം. ആ പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ ആ പ്രശ്നം അഡ്രസ്സ് ചെയ്യേണ്ടത് പോലീസാണ്, അല്ലെങ്കിൽ ഭരണ സംവിധാനമാണ്. ആ ഭരണ സംവിധാനം അതിന് കൂട്ടുനിന്നുകൊണ്ട്, അതായത് സമരത്തിന് എന്തിനാണ്, അല്ലെങ്കിൽ ഒരു സമ്മേളനത്തിന് എന്താണ് പോലീസിൻ്റെ പണി? പോലീസിൻ്റെ പണി സമ്മേളനം നടത്തി കൊടുക്കലല്ല, അല്ലെങ്കിൽ സമരം നടത്തി കൊടുക്കലല്ല. ആ സമരം അല്ലെങ്കിൽ സമ്മേളനം
ജനങ്ങൾക്ക് സ്വൈര്യ ജീവിതത്തിന് തടസ്സമാകാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് പോലീസ് നിൽക്കേണ്ടത്. പക്ഷേ ഇവിടെ പോലീസിൻ്റെ ഒരു ഇനാക്ഷൻ ഉണ്ടാകുകയാണ്. അത്രയും വലിയ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് കോടതി പരാതിയുടെ മുമ്പിൽ വഞ്ചിയൂർ കോടതിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ അവിടുത്തെ സ്കൂളിൻ്റെ ഭാഗത്ത് അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടും പോലീസ് അതിൽ നടപടിയെടുക്കാൻ ഭയക്കുന്നു. ആ ഭയക്കുന്നത് ഒരു ഗവൺമെൻറ് ഭരിക്കുന്ന സർക്കാരിൻ്റെ ഒരു ധാർഷ്ട്യത്തിൻ്റെ ലക്ഷണമാണ്. കാരണം നടപടി എടുത്തു കഴിഞ്ഞാൽ അവർക്കുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ വളരെ വലുതാണ്. ഇനി ഞാനൊരു കാര്യം പറയാം. ഈ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ച് ഒരു കേസെടുക്കുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷെ സിമ്പിളായിട്ട് ഒരു കേസൊക്കെ എടുക്കും. കേസെടുത്ത് എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും 10, 25, 50 കേസുകളും ഉണ്ടാവും. പക്ഷേ ഈ കേസുകൾ എടുക്കുന്ന ഒരു വഴിക്ക് നിൽക്കട്ടെ, നമുക്ക് റെസ്ട്രെയിൻസ് വേണ്ടേ? നമ്മൾ നടത്തുന്ന സമ്മേളനങ്ങൾ, സമരങ്ങളൊക്കെ പൊതുജനങ്ങളെ ബാധിക്കരുതെന്ന് നമ്മൾ ചിന്തിക്കരുത്. എല്ലാം ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ ചെയ്യുന്ന സമ്മേളനങ്ങൾ പിന്നെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ടും അവരുടെ ചർച്ചകളുമായി ബന്ധപ്പെട്ടുമൊക്കെ ഉണ്ടാകുന്നതാണ്. സമരങ്ങൾ ചിലപ്പോൾ ആർട്ടിക്കിൾ 19(1) ആയിട്ട് മാറും. കാരണം ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനാണ്. അവരത് പ്രതികരിക്കേണ്ടതുണ്ടായി വരും. കാരണം അത്രത്തോളം ഇപ്പോൾ ഈ ഫ്യൂവൽ പ്രൈസിൻ്റെ ഇൻക്രീസ്, പിന്നെ ജനങ്ങൾക്ക് ജീവിക്കാൻ ദുസ്സഹമായ തരത്തിലുള്ള വിലക്കയറ്റം, ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ പ്രതികരിക്കേണ്ടി വരും. ആ പ്രതികരണങ്ങൾ നടത്തുമ്പോഴും ആ പ്രതിഷേധങ്ങൾ നടത്തുമ്പോൾ പോലും പോലീസിൻ്റെ ജോലി ആ പ്രതിഷേധം സമയത്ത് നടത്തുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഈ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും അവിടുത്തെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. പൊതുനദൽ നശിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് പരിശോധിക്കാം. അത് ചെയ്തില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അതിൽ പോലീസ് ഈ പറഞ്ഞ സമ്മേളനം നടത്തിയവർക്ക് കൂട്ടുനിന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം കോൺഗ്രസിൻ്റെയും പിന്നെ ലീഗിൻ്റെയും അല്ലെ മറ്റിതര സംഘടനകളുടെയും ഒക്കെ സമരങ്ങൾ നടത്തുമ്പോൾ 10, 20, 25 ദിവസം അപ്പോൾ തന്നെ ജയിലിൽ പിടിച്ചുകൊണ്ട് പോകുന്ന ചെറുപ്പക്കാരെയൊക്കെ കൊണ്ടുപോകുന്ന രീതിയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളൊക്കെ തന്നെ ജാമ്യം മൂവിയിട്ട് ജാമ്യത്തിൽ വലിയ ഒബ്ജക്ഷൻ, ഇപ്പോൾ BDPP ഒക്കെ പറഞ്ഞ് വലിയ ഒബ്ജക്ഷനൊക്കെ റേസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലും കിട്ടാറില്ല. അപ്പോൾ ഇവിടെ അപ്പോൾ കോടതി പറയുന്നത് നിങ്ങൾക്കിത് നോക്കുത്തിയായിട്ട് നിങ്ങൾ നോക്കി നിൽക്കുന്നു, നിങ്ങൾ ആരൊക്കെയാണ് പങ്കെടുത്തതെന്ന് നിങ്ങൾക്കറിയാം, പക്ഷെ അവരൊന്നും പ്രതിയാകുന്നില്ല. സമരത്തിൽ പങ്കെടുത്ത രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് നമുക്കറിയാവുന്നതല്ലേ, നമ്മൾ കണ്ടതല്ലേ? അതെ അങ്ങനെയാണ്. അതാണ് ആ സംവിധാനം. കഴിഞ്ഞ 8-9 വർഷത്തിൻ്റെ ഒരു ഭരണത്തിൻ്റെ ധാർഷ്ട്യമുണ്ടല്ലോ, ആ ധാർഷ്ട്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. കോടതി ചില സമയത്ത് ഇടപെടൽ നിർബന്ധിതരാവുകയാണ്. ആ നിർബന്ധിത അവസ്ഥ സ്റ്റേറ്റിലുണ്ടായിരിക്കുന്നു. ഇവർ പ്രതിപക്ഷത്തിരിക്കുന്നവരല്ല, ഭരണപക്ഷക്കാരാണ് കേട്ടോ, അത് മനസ്സിലാക്കിക്കണം. ഇതിൻ്റെ അനിവാര്യമായ ഒരു സമരത്തിൻ്റെ പ്രശ്നമൊന്നും അല്ലത്. വേണമെങ്കിൽ ഒഴിവാക്കാവുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടി മാറ്റി നിർത്താവുന്ന ഒരു സമ്മേളനം ജനങ്ങൾക്ക് ദോഷം വന്നാലും കുഴപ്പമില്ല എന്ന രീതിയിൽ അവർ നടത്തി. പോലീസിന് ആക്ഷൻ എടുത്തിട്ടില്ല. അതാണ് അവിടുത്തെ ഇഷ്യൂ. BG വിഷ്ണു, ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും കുറച്ച് ദിവസങ്ങളായി വരുന്ന വിമർശനം, അതിപ്പോൾ സമ്മേളനം നടത്തിയത് CPM ആണ്, പക്ഷേ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉൾക്കൊള്ളേണ്ടതല്ലേ? അത് CPM-നെതിരെ മാത്രം, അവർക്ക് മാത്രം ബാധകം എന്ന വിലയിരുത്തലുണ്ടോ BJP-ക്ക്? സ്മൃതി, കേരളത്തിലെ രാജ്യത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമരങ്ങൾ നടത്താറുണ്ട്. പക്ഷെ സമരങ്ങളും പ്രതിഷേധ പരിപാടികളും രണ്ടും വ്യത്യസ്തമാണ്. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഏത് പരിപാടി നടത്തിയാലും അതെല്ലാം കൃത്യമായി പോലീസിനെ അറിയിക്കുകയും പോലീസിന്റെ അനുമതി തേടിയതിനു ശേഷം തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമരങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് ഇതൊരു പൊതുവായ നടപടിക്രമമല്ല, ഇതൊരു പ്രതിഷേധ യോഗമല്ല. CPM-ന്റെ അവരുടെ ഒരു സമ്മേളനമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടു റോഡിലാണോ സ്റ്റേജ് കെട്ടിയാണോ നാട്ടിൽ ഇവിടെ സമ്മേളനങ്ങൾ നടത്തുന്നത്? കേരളത്തിൽ ഒരിടത്ത് പോലും കേട്ടുകേൾവിയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കേരള രാഷ്ട്രീയത്തെ എത്തിക്കുവാനാണ് CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനടക്കം മഞ്ചൂർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ സ്റ്റേജിന് 10 മീറ്റർ വ്യത്യാസത്തിലാണ് മഞ്ചൂർ പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്നത്. എന്തേ പോലീസ് ഇടപെടാത്തത്? കാരണം പോലീസിനേക്കാൾ വലിയ സൂപ്പർ പോലീസായി CPM മാറുന്നതുകൊണ്ടാണ്. ആ പ്രദേശത്ത് സമ്മേളനം നടക്കാൻ മറ്റ് സ്ഥലങ്ങളില്ലാഞ്ഞിട്ടാണോ? അതൊന്നുമല്ല. പോലീസുകാരെ സമ്മേളന നടത്തിപ്പിന് അവിടെ നിയോഗിച്ചിരുന്നു. പോലീസിന്റെ കാവലെന്ന് മാത്രമല്ല, പോലീസിന്റെ മൂക്കിൻ തുമ്പത്താണ്. അതെ, പോലീസിന്റെ മൂക്കിൻ തുമ്പത്താണ് ഇത്തരത്തിലുള്ള ഒരു പൊതുയോഗം നടന്നത്. പൊതുയോഗം നടക്കുന്നതിന് മുമ്പേ പോലീസിന് പരാതി നൽകിയിരുന്നു. മഞ്ചൂരിൽ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് നടക്കുന്നതിനെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നതിനടക്കം ഞങ്ങളടക്കം അഭിഭാഷക സെല്ലടക്കം പരാതി നൽകിയതാണ്. പക്ഷേ പോലീസ് യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെ അവിടെ നിശബ്ദരായി നോക്കി നിൽക്കുകയായിരുന്നു. കാരണം ജനറൽ ഹോസ്പിറ്റലുണ്ട്, ആയുർവേദ ആശുപത്രിയുണ്ട്, നിരവധി സ്കൂളുകൾ ഈ 2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയുണ്ട്. സാധാരണ കോടതി നടക്കുന്ന ദിവസങ്ങളിലെല്ലാം മഞ്ചൂർ ഭാഗത്ത് ഗതാഗതം വളരെ ബുദ്ധിമുട്ടാണ്.
കാരണം ഒട്ടനവധി വാഹനങ്ങൾ കോടതിയിലേക്ക് വരുന്നതും പാർക്ക് ചെയ്യുന്നതൊക്കെ ഇതിന്റെ ഒരു വശത്തേക്കാണ്. അപ്പോൾ അത്രയും വലിയ ഗതാഗത പ്രശ്നമുള്ള ഒരു സ്ഥലത്ത് ഒരു പൊതു റോഡിന്റെ നടുക്ക് ജനങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട്, ജനങ്ങളെ മുഴുവൻ ബന്ദിയാക്കിക്കൊണ്ട് CPM ഇത്തരത്തിലുള്ള ഒരു പൊതുയോഗം അവിടെ സംഘടിപ്പിച്ചത് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല. ഇതൊരു മുൻകൂട്ടി നിശ്ചയിക്കാത്ത പരിപാടിയല്ലായിരുന്നല്ലോ. ദിവസങ്ങൾക്ക് മുമ്പേ സമ്മേളനം നിശ്ചയിച്ചാണല്ലോ CPM ഇത് നടത്തിയത്. അതുകൊണ്ട് മറ്റ് സമരങ്ങളോടും പ്രതിഷേധങ്ങളോടൊന്നും ഒരു കാരണവശാലും ഇടതുപക്ഷ പ്രതിനിധി ഇതിനെ കൂട്ടിച്ചേർക്കാൻ നോക്കണ്ട. സെക്രട്ടേറിയറ്റിലൊക്കെ ഞങ്ങളും നിങ്ങളും ഒക്കെ മാർച്ച് നടത്താറുണ്ടല്ലോ. എത്ര നേരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരവുമായി നിൽക്കാൻ കഴിയും? ഏതാണ്ട് 1 മണിക്കൂർ സമരത്തിൽ കൂടുതലാകുമ്പോൾ അപ്പോൾ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റി കേസെടുക്കും, റിമാൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പോലീസിന്റെ ഒരു കമ്പി പൊട്ടിയാൽ, ഒരു ലാത്തി പൊട്ടിയാൽ എത്രയോ തവണ PDPP ചാർജ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്റ്റേജ് ഇടാൻ വേണ്ടി റോഡ് കുത്തിക്കുഴിച്ചിട്ടുണ്ട്. ആ റോഡ് കുത്തിക്കുഴിച്ച് റോഡിൽ PDPP അടക്കം ചാർജ് ചെയ്യാമായിരുന്നിട്ടും അതൊന്നും ചാർജ് ചെയ്യാതെ കേരളത്തിലെ പോലീസ് CPM-നെ രക്ഷിക്കുകയാണ്. അവിടെ പങ്കെടുത്തവരെല്ലാം ജനപ്രതിനിധികളാണല്ലോ, കൗൺസിലറാണല്ലോ, അവിടുത്തെ ഏരിയ സെക്രട്ടറി തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു ജനപ്രതിനിധിയാണല്ലോ. അപ്പോൾ ജനപ്രതിനിധികളും മന്ത്രിമാരായിരുന്നവരും നിലവിലെ ജനപ്രതിനിധി MLA-മാരടക്കം പങ്കെടുത്തിട്ടും യാതൊരു വിധത്തിലും സ്വീകരിക്കാത്തത് പോലീസിന്റെ കഴിവുകേട് തന്നെയാണ്. കാരണം ഇതിൽ ഏതെങ്കിലും കാര്യത്തിൽ പോലീസ് ഒരു നടപടി സ്വീകരിച്ചാൽ പിന്നെ അവിടുത്തെ SHOക്ക് അവിടെ ഇരിക്കാൻ സാധ്യമല്ല. പിന്നീട് ഈ വഞ്ചൂരിൽ നിന്ന് SHO നാളെ കാണാൻ കഴിയുന്നത് കാസർഗോഡോ വല്ലോ ആയിരിക്കും. ഇങ്ങനെ കേരളത്തിലെ പോലീസിനെ മുഴുവൻ നിഷ്ക്രിയമാക്കുന്നതിന്റെ ഏറ്റവും ഉദാഹരണമാണ് ഇപ്പോൾ കോടതിക്ക് മുന്നിൽ സംഭവിച്ചിട്ടുള്ളത്. DGP സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തെ എങ്ങനെ കാണുന്നു വിഷ്ണു? നടക്കുന്നില്ല. ഈ സത്യവാങ്മൂലത്തെ എങ്ങനെ കാണുന്നു? ഈ പരിപാടികൾക്ക് അനുമതി പാടില്ല എന്ന് നേരത്തെ സർക്കുലർ ഇറക്കിയിരുന്നു എന്നും സംഭവം അറിഞ്ഞപ്പോൾ ഇടപെട്ടിരുന്നു എന്നുമാണ് DGP നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല പരിപാടി സംഘടിപ്പിച്ചവർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നു എന്നും പറഞ്ഞു. അതിലെ എണ്ണം ആദ്യം 100 ആയിരുന്നു, പിന്നെ അത് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി ആളുകളിലേക്ക് എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കി. അപ്പോൾ ഇപ്പോൾ അത് 47 പേരുടെ പട്ടികയാണ്. അതിൽ വേദിയിലിരുന്നവരുണ്ടോ, ആരൊക്കെയാണ് അതിൽ പ്രധാനമായും പങ്കെടുത്തതെന്നൊക്കെ ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസം കോടതി ചോദിച്ചിരുന്നു. അതിൽ വ്യക്തത വരുത്തിയിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെയെങ്കിൽ പാർട്ടി സെക്രട്ടറിക്കെതിരെ വരെ കേസെടുക്കേണ്ടി വരുമെന്നതിൻ്റെ സൂചനകൾ കോടതി നൽകിയിരുന്നു. എന്തായാലും ആ പോലീസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ഈ റിപ്പോർട്ടിനെ, DGP നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? കോടതിയിൽ നിന്ന് അതിശക്തമായ വിമർശനം ഉണ്ടായപ്പോൾ മാത്രമാണ് കേസെടുക്കാനും അതിനെതിരായ ഒരു നടപടി സ്വീകരിക്കാൻ ഡയറക്ടർ ഓഫ് ജനറൽ പ്രോസിക്യൂഷൻ തയ്യാറായത്. അല്ലാതെ യാതൊരു തരത്തിലുള്ള ഒരു മുൻകൂറായിട്ടുള്ള ഒരു നടപടിയും പോലീസ് സ്വീകരിച്ചിരുന്നില്ല. കാരണം ഈ പരിപാടി വഞ്ചൂരിൽ നടന്നപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നേരെ ഉച്ചയ്ക്ക് പരാതി കൊടുക്കുകയും SHOയെ വിളിച്ച് നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടവരാണ് ഞങ്ങൾ. അപ്പോൾ യാതൊരുവിധ നടപടി സ്വീകരിക്കാതെ അവരുടെ പൊതുയോഗം കഴിയുന്നതുവരെ അവർക്ക് വേണ്ട എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും കൊടുത്തവർ ഇതിനുശേഷം കേസെടുത്ത് കുറെ, നമുക്കറിയാലോ കേസെടുക്കുന്ന 100 പേർക്കെതിരെ കേസെടുക്കും, വളരെ നിസ്സാരമായ കുറ്റം ചുമത്തി. പക്ഷേ കോടതി പോലും ഇപ്പൊ ആവശ്യപ്പെടുന്നത് നിസ്സാരമായ കുറ്റം ചുമത്തിയല്ല, റോഡിന് കേടുപാട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിശക്തമായ PDPP ഉൾപ്പെടെയുള്ള നിയമം ചുമത്തി ഇവിടെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തണം എന്നുള്ളതാണ് കോടതിയിൽ നിന്നുള്ള നടപടി സൂചിപ്പിക്കുന്നത്. പോലീസ് എപ്പോഴും CPM-ന്റെ ഓഫീസിൽ നിന്ന് പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് പോലീസ് നേരിട്ട് എന്തായാലും ഒരു നീതി ഇവിടെ ലഭ്യമാക്കാൻ പോകുന്നില്ല. പൊതുജനങ്ങളെയും നഗരവാസികളെയും കോടതിയും ഒക്കെ വെല്ലുവിളിക്കുന്ന ഇതിനെതിരെ കോടതി തന്നെ ശക്തമായ നിലപാടെടുക്കുമെന്നാണ് ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ശരി, കോടതി തന്നെ ചോദിച്ചിട്ടുള്ളത് ചായക്കട പൊളിച്ചു മാറ്റാറില്ലേ എന്നുള്ളതാണ്. ഒരു ചായക്കട ഇപ്പോൾ റോഡിന് കുറച്ച് ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ അത് പൊളിച്ചു മാറ്റുന്നതിനൊന്നും ഒട്ടും സമയമെടുക്കാറില്ല. അപ്പോൾ ഇത് DGP അറിഞ്ഞോ എന്നുള്ള ചോദ്യം ഒന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. ആരൊക്കെ ഉണ്ടായിരുന്നു സ്റ്റേജിലെന്ന് ചോദിച്ചു, അവരെ പ്രതികളാക്കിയോ എന്ന് ചോദിച്ചു. അതിനൊന്നുള്ള മറുപടി ഇന്ന് കോടതിയിൽ വന്നിട്ടില്ല എന്നുള്ള കാര്യം കൂടിയുണ്ട്. മാത്രമല്ല റോഡ് വെട്ടിപ്പൊളിച്ചോ, അങ്ങനെയെങ്കിൽ കേസ് ഇതല്ല, ഇതിലപ്പുറം ഗൗരവത്തിലേക്ക് നീങ്ങുമെന്ന് കൂടി കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഷിജു ഖാൻ, ഇതിപ്പോൾ പാർട്ടി ഇത് ആരുടെ പിഴവായിട്ടാണ് മനസ്സിലാക്കുന്നത്? ഇപ്പോൾ സ്റ്റേജ് നീക്കാൻ വഞ്ചൂർ ബാബുവിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് SHO റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. കേസിൽ ഇപ്പോൾ 1-ാം പ്രതി വഞ്ചൂർ ബാബു ആണല്ലോ. ഇതിപ്പോൾ ഒരാളുടെയോ രണ്ടാളുടെയോ കുറ്റമാണോ? ഇത് പാർട്ടിയുടെ ആകെ പിഴവായിട്ട് ഇതിനെ മനസ്സിലാക്കുന്നുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ അതൊരു തെറ്റുപറ്റി, അത് ഇത്രയും സമ്മേളനങ്ങൾ നടക്കുന്നിടയ്ക്ക് ഒന്ന് മാത്രമല്ലേ എന്ന് നിങ്ങൾ അതിനെ ചുരുക്കി കാണുന്നുണ്ട് എങ്കിലും ഇതിൽ യഥാർത്ഥ കുറ്റക്കാരൻ ആരാണ്? സ്മൃതി, യഥാർത്ഥത്തിൽ ഞാൻ ഉന്നയിച്ച ഒരു അടിസ്ഥാന വിഷയത്തെ ഈ ചർച്ചയിൽ എല്ലാവരും മറന്നു പോവുകയാണ്. ഇപ്പോൾ ലീഗിൻ്റെ പ്രതിനിധി ഇവിടെ ഈ സമരങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ കരിപ്പൂര് വിമാനത്താവളത്തിൽ കുറച്ചു കാലം മുമ്പ് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സമരം എന്തായിരുന്നു? വലിയ നിലയിൽ വ്യാപകമായിട്ട്
ഈ എയർപോർട്ട് പോലുള്ള സ്ഥലങ്ങളിൽ പാലിക്കേണ്ടുന്ന പൊതു നിയമങ്ങളൊന്നും പാലിക്കാതെ നടത്തിയ സമരങ്ങൾ മുസ്ലിം ലീഗിൻ്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. ഇപ്പോൾ BJPയുടെ പ്രതിനിധി തിരുവനന്തപുരത്തെ ഈ വഞ്ചൂരിലെ ഈ വിഷയത്തെ ലോകത്തെ ഏറ്റവും കുപ്രസിദ്ധമായ സംഭവം എന്ന മട്ടിലാണ് വിഷ്ണു വിലയിരുത്തുന്നത്. വിഷ്ണു, RSSൻ്റെ ഹർത്താലിൻ്റെ മറവിൽ തിരുവനന്തപുരത്ത് ഒരു പാവം മനുഷ്യനെ ക്രൂരമായി ഒരു KSRTC ജീവനക്കാരനെ കൊലപ്പെടുത്തിയ സംഭവം സമരത്തിൻ്റെ മറവിൽ ഒരുപക്ഷെ കേരളത്തിൽ കേട്ടുകേൾവിയുണ്ടോ? അത് നടത്തിയത് RSSും BJPയും അടക്കമുള്ള നിങ്ങളുടെ പ്രസ്ഥാനങ്ങളല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ നടത്തുകയും അതിനെ വെള്ളപൂശുകയും ചെയ്യുന്ന പാർട്ടികളാണ് മുസ്ലിം ലീഗും BJPയും അടക്കമുള്ള പാർട്ടികൾ. പിന്നെ നിങ്ങൾ ഈ പരാമർശിച്ച വഞ്ചിയൂർ ബാബു അടക്കമുള്ളവർ ഏതെങ്കിലും കൊടും ക്രിമിനലുകളാണോ? അതല്ലെങ്കിൽ കുപ്രസിദ്ധരായ കുറ്റവാളികളാണോ? ആ നാട്ടിൽ എന്തിനാണ് പറയാത്ത കാര്യങ്ങൾ പറയുന്നത്? ഡോക്ടർ ഷിജു ഖാൻ ഒറ്റ കാര്യമുള്ളൂ. ജനങ്ങൾ സാധാരണ നടന്നു പോകുന്ന സാധാരണ വാഹനവുമായി പോകുന്നവർ അവരെയാണല്ലോ ബുദ്ധിമുട്ടിച്ചത്. സ്വീകാര്യനായ നേതാവാണെന്ന കാര്യത്തിലൊന്നും എനിക്ക് തർക്കമില്ല. സ്മൃതി, ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. അതായത് നിങ്ങളുടെ ആഖ്യാനം മാത്രമല്ല, ഞങ്ങളുടെ നിലപാട് കൂടെ ജനങ്ങളെ കേൾപ്പിക്കണ്ടേ? ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു ആഖ്യാനം ഉണ്ടാവും ഒരു വിഷയത്തിന്മേൽ, അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നിലപാടുണ്ട്. ഞങ്ങളുടെ നിലപാടൊന്ന് പറയട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വഞ്ചിയൂർ ബാബു എന്നൊക്കെ പറയുന്ന ഇതാ കേസെടുക്കുന്നില്ലേ, കേസിലെ പ്രതിയല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അല്ല സ്മൃതി, ഞാനൊന്ന് കംപ്ലീറ്റ് അല്ല നിങ്ങളുടെ ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്രയേറെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ട ജനങ്ങളുടെ നേതാക്കന്മാരാണ് അവരെല്ലാം. ഇതൊന്നും ഏതെങ്കിലും ഒരു ഒളി പോരാളികളുടെ അല്ലെങ്കിൽ ഒരു രഹസ്യ സങ്കേതത്തിൽ നടത്തുന്ന ഒരു ഒളി പോരാട്ടമല്ല. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ, അവരുടെ വലിയ പിന്തുണയുള്ള, നിങ്ങൾ പറഞ്ഞ സാധാരണക്കാരുടെ തന്നെ പിന്തുണയുള്ള നേതാക്കന്മാരാണ് അവരെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു യോഗം സംഘടിപ്പിക്കുന്നു. അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം, നേരത്തെ പറഞ്ഞല്ലോ, പോലീസിൻ്റെ ഒരു ആക്ഷൻ ഉണ്ടായി, ഒരു ക്രമസമാധാന പ്രശ്നമോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും മേലൊരു കയ്യേറ്റമോ അതല്ലെങ്കിൽ ആരെയെങ്കിലും ആക്രമിക്കുന്ന സ്ഥിതിവിശേഷമൊന്നും ഉണ്ടായില്ല. ഇന്നിപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, തോട്ടടയിലെ KSUവിൻ്റെ സമരത്തിനിടയിൽ പാവപ്പെട്ട വഴിയാത്രക്കാരായിട്ടുള്ള ആളുകളെ, സ്ത്രീകളെ, കുഞ്ഞുങ്ങളെ അസഭ്യം പറയുകയും വാഹനം ആക്രമിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ഞാൻ പറഞ്ഞത് വഞ്ചൂരിലെ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കോടതി ചില നിരീക്ഷണങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഞങ്ങൾ കോടതിയെ ബഹുമാനിക്കുന്നു, കോടതിയെ അഡ്മിറ്റ് ചെയ്യുന്നു. എന്നാൽ ഞാൻ സൂചിപ്പിച്ച കാര്യം എന്താ, കേരളത്തിൽ നിങ്ങളും പോലീസും കൂടി പൊതുജനങ്ങളെ വിഷു ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അല്ല ഞാനൊന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അല്ല, ഞാൻ അങ്ങ് പറഞ്ഞപ്പോൾ ഇടപെട്ടില്ലല്ലോ. നിങ്ങൾ സ്മൃതിയും ഇടപെടുന്നു, താങ്കളും ഇടപെടുന്നു. എനിക്ക് ശേഷം അങ്ങക്ക് സംസാരിക്കാം. ഞാൻ പറഞ്ഞത്, സ്മൃതിയെപ്പോലൊരു ആൾ ഈ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിലാകെ. ഇപ്പം ഞങ്ങൾ തിരുവനന്തപുരത്ത് ഞാൻ പറഞ്ഞില്ലേ 2250 ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് നടത്തിയത്. 2ഉം 3ഉം ബ്രാഞ്ച് സമ്മേളനങ്ങളുടെ ഭാഗമായിട്ട് ഒരുമിച്ച് ചേർന്ന് പൊതുയോഗങ്ങൾ നടന്നു. കുറഞ്ഞത് 750-ലധികം പൊതുയോഗങ്ങൾ ഞങ്ങൾ നടത്തി. 184 ലോക്കൽ സമ്മേളനത്തിൻ്റെ പബ്ലിക് മീറ്റിങ്ങുകൾ ഞങ്ങൾ നടത്തി. വലിയ റാലികൾ നടത്തി. 18 ഏരിയ സമ്മേളനങ്ങളുടെ വലിയ റാലി ഞങ്ങൾ നടത്തി, പൊതുയോഗം നടത്തി. ഞങ്ങൾ ധിക്കാരികളും ധാർഷ്ട്യമുള്ളവരുമാണെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടാകണ്ടേ? അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. മഞ്ചൂരിലുണ്ടായത് അവിടെ ഗതാഗതം അവിടെ ഉണ്ടാകില്ല. ചില റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില സാഹചര്യങ്ങൾ ഉണ്ടെന്ന് കരുതി, ഞാൻ പറഞ്ഞത് ഉണ്ടെന്ന് കരുതി അവിടെ ഇങ്ങനെ ഒരു പൊതുയോഗം തീരുമാനിച്ച് അങ്ങനെ അവിടെ ഒരു പ്രയാസം ഉണ്ടായി. ഞാൻ പറഞ്ഞത് ഇതൊന്നും തള്ളിക്കളഞ്ഞില്ല. എന്നാൽ അതോടൊപ്പം ചൂണ്ടിക്കാണിച്ചത് എന്താ, കേരളത്തിൽ നിരവധി ഉത്സവങ്ങളും ആഘോഷങ്ങളും അതിന്റെ ഭാഗമായിട്ടുള്ള ഘോഷയാത്രകളും അതിന്റെ ഭാഗമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങളും ഷിജു ഖാൻ ഇതിൽ പറഞ്ഞ ഒരു കാര്യം, നമ്മുടെ ഈ ചർച്ചയ്ക്ക് അടിസ്ഥാനം എന്താണ്? ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന അതിരൂക്ഷ വിമർശനങ്ങളാണല്ലോ. അപ്പോൾ ഹൈക്കോടതി വിമർശിക്കുന്നത് ആരെയാണ്? ഇവിടെ ഭരിക്കുന്ന
പാർട്ടിയാണ് അല്ലേ, ഭരിക്കുന്ന സർക്കാരിന്റെ പാർട്ടിയാണ് വിമർശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഭരണത്തിന്റെ തണലിൽ നിങ്ങൾക്ക് എല്ലാ സൗകര്യവും ഇവിടെ പോലീസ് ഒരുക്കുകയാണോ എന്ന് പോലീസിനോടും ചോദ്യങ്ങൾ ഉയരുകയാണ്. താങ്കൾ ഈ ഒളിപ്പോരെന്ന പ്രയോഗം നടത്തിയത് നന്നായി. കാരണം ഇവിടെ ഇല്ല പറയട്ടെ, ഇവിടെ നവകേരള യാത്ര നടക്കുമ്പോൾ പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധമുണ്ടല്ലോ, കരിങ്കൊടി പ്രതിഷേധങ്ങൾ, അതിനെ ഗറില്ല യുദ്ധം ഒളിപ്പോരെന്നാണ് നിങ്ങൾ വ്യാഖ്യാനിച്ചിരുന്നത്. അതിന് പറഞ്ഞിരുന്ന പേരത് ഒളിപ്പോര് എന്നായിരുന്നു. ആ പ്രവർത്തകർക്ക് നേരെ എങ്ങനെയാണ് പോലീസ് അതിക്രമം കാണിച്ചതെന്നൊക്കെ കേരളം കണ്ടതാണല്ലോ, കേരളം അങ്ങിങ്ങ് കണ്ടതാണല്ലോ. അപ്പോൾ പോലീസിന് എവിടെ പ്രവർത്തിക്കണം, എവിടെ നിർവീര്യമാകണമെന്ന് കൃത്യമായിട്ടറിയാം. അപ്പോൾ പോലീസ് ഭരണ സംവിധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം സമ്മതിക്കൂ. അതാണ് നമ്മുടെ വിഷയം. താങ്കൾ പറഞ്ഞതുപോലെ സമരങ്ങളെല്ലാം ഉണ്ട്. സമരത്തെയും സമ്മേളനത്തെയും ഒരുപോലെ ചൂണ്ടിക്കാണിക്കരുത്. നിങ്ങളും സമരഭൂമിയിൽ ഉള്ള ആളുകളാണ്. സമരം ഇങ്ങനെ തന്നെയാണല്ലോ, തടസ്സപ്പെടുത്തി തന്നെയാണല്ലോ സമരം. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യണം സ്മൃതി. ഒരു കാര്യത്തിന്മേലൊരു കാര്യം കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ BJPയുടെയും കോൺഗ്രസിൻ്റെയും പ്രതിനിധികൾ ഈ ഭരണത്തിൻ്റെ തണലിൽ CPIM ഇങ്ങനെയൊക്കെ ധിക്കാരം പ്രകടിപ്പിക്കുന്നു എന്നൊക്കെ അവരുടെ രാഷ്ട്രീയ വിമർശനമാണ്. പക്ഷെ നിങ്ങളെപ്പോലൊരു സീനിയർ ജേർണലിസ്റ്റ് ഇന്ത്യയിലെ 27 സംസ്ഥാനങ്ങളിലെയും കേരളത്തിലെയും പോലീസിങ്ങിനെ സ്വതന്ത്രമായി ഒരു അന്വേഷണത്വരയോടെ ഒരു റിസർച്ച് മൈൻഡ് അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾ പരിശോധിക്കണം. ഞാൻ നിങ്ങളോട് വളരെ ഫ്രണ്ട്ലിയായി അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾ പരിശോധിക്കണം. നമ്മുടെ പോലീസിങ്, കേരളത്തിലെ പോലീസ് സംവിധാനം അത്ര കണ്ട് മോശമാണോ? ഷിജു, ജനങ്ങളോട് UP പോലീസുമായിട്ടൊന്നും കേരള പോലീസിനെ താരതമ്യം ചെയ്യേണ്ട. ഷിജു, ഒരു മിനിറ്റ്. ഇങ്ങനെയുള്ള ഇതൊരു സമ്മേളനത്തിൽ പ്രസംഗമല്ലല്ലോ ഷിജു. നമുക്ക് പോയിന്റ് വ്യക്തമാണ്. ഇവിടെ പോലീസ് പ്രവർത്തിക്കുന്നത് കൃത്യമായും ഭരണപക്ഷത്തിന് അനുകൂലമായിട്ട് തന്നെയാണ്. ഇവിടെ പ്രതിപക്ഷ സമരങ്ങളോട് പോലീസ് എങ്ങനെ പെരുമാറി എന്നുള്ളതാണ് നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. വീട്ടിൽ കിടന്നുറങ്ങുന്ന രാഹുൽ മാങ്കുട്ടത്തിലെ പിടിച്ചുകൊണ്ടുപോകുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലല്ലോ. നവകേരള യാത്രക്കിടയിൽ ആരെയൊക്കെയാണ് തല്ലി ഓടിച്ചത്? മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ എന്തൊക്കെയാണ് ചെയ്തത്? അവർക്കെതിരെ കേസെടുക്കാനും അവരുടെ മൊഴിയെടുക്കാനും പറഞ്ഞപ്പോൾ അവർ പോലീസിലേക്ക് മൊഴി നൽകാൻ ചെന്നോ? അവരുടെ അടുത്തേക്ക് പോലീസ് അങ്ങോട്ട് പോയി മൊഴിയെടുക്കുകയായിരുന്നില്ലേ? ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പോലീസ് പ്രവർത്തിച്ചത്. അപ്പോൾ താങ്കൾ എണ്ണമെടുക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പറയാനുണ്ടാവുന്നേ. UP പോലീസുമായിട്ട് ദയവ് ചെയ്ത് താരതമ്യം ചെയ്യരുത്. നമ്മൾ പറയുന്നില്ല, അങ്ങനെ നമ്മളത് പറയുന്നില്ല. ഞാനൊന്ന് സ്മൃതി കേരള പോലീസ് CPM ചെയ്ത ദാസ്യപ്പണി പറയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസുമായി താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒഴിഞ്ഞു മാറാനുള്ള തന്ത്രപരമായ ശ്രമമാണ്. ഒരു കാരണവശാലും ഇപ്പോൾ നടക്കുന്ന സംഭവത്തെ ന്യായീകരിക്കാൻ CPM-ന് കഴിയാത്തത്. കോടതിയിൽ ഇതാണോ മറുപടി നൽകുക? പറഞ്ഞോളൂ. അല്ല, താങ്കൾ തന്നെയാണ് ചർച്ചയിലുടനീളം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളല്ല. ബഹുഭൂരിപക്ഷ സമയവും താങ്കൾ തന്നെയാണ് സംസാരിക്കുന്നത്. അല്ല, ഞാൻ പറയാനുള്ളത് പിന്നെ വിഷ്ണുവിനെ പറയാൻ പറ്റുമോ? ഞാനേ പറയൂ. വിഷ്ണു, എന്റെ പാർട്ടിയുടെ നിലപാട് വിഷ്ണുവും സ്മൃതിയും പിന്നെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയും അല്ല പറയേണ്ടത്, ഞാനാണ് പറയുന്നത്. എന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത് CPIM. പ്രതിരോധത്തിൽ പാർട്ടിയാണല്ലോ, പറയട്ടെ. എന്റെ പോയിന്റുകൾ, അതായത് സ്മൃതി, എന്റെ പോയിന്റുകൾ ഞാൻ ആത്മവിമർശനം നടത്തി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. ഞങ്ങളുടെ ഭാഗത്തെ ശരികളെക്കുറിച്ച് മാത്രമല്ല ഞാൻ ചർച്ചയിൽ ഉന്നയിച്ചത്. ഞങ്ങളുടെ ഭാഗത്ത് പെശകുണ്ടാവുകയും അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്താൽ അത് അഡ്മിറ്റ് ചെയ്യാനുള്ള ജനാധിപത്യ ബോധം ഞങ്ങൾക്കുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളെ തടസ്സപ്പെടുത്തിയത് നമ്മുടെ പോലീസിനെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനാണ് ഈ ചർച്ചകളെ BJPയും കോൺഗ്രസും ഉപയോഗിക്കുന്നത്. ഇപ്പം ഞങ്ങൾക്ക് ആർക്കെങ്കിലും എതിരെ കേസെടുത്താൽ ഉടൻ SHO സ്ഥലം മാറ്റുന്നു എന്നാണ് ആക്ഷേപം. ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ ജനങ്ങളുടെ നിരവധി പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന സമരങ്ങളുണ്ട്. ഒരുപക്ഷെ ആ സമരങ്ങളുടെ ഭാഗമായിട്ട് കേസ് വരും. അപ്പോൾ ഞങ്ങൾക്കെതിരെ ഒന്നും കേസ് എടുക്കില്ലെന്നാണോ സ്മൃതി നമ്മുടെ നാട്ടിലെ ഇവരൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? അല്ലെ ഞങ്ങളെ കേസെടുത്താൽ ഉടൻ SHO സ്ഥലം മാറ്റും. ഇത് എന്താ നിങ്ങൾ ഈ പറയുന്നത്? ജനങ്ങളോട് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത്. നമ്മുടെ രാജ്യത്തെ, ഞാൻ പറഞ്ഞത്, പോലീസിങ്ങിനെ സംബന്ധിച്ച് ഇന്ന് ഇന്ത്യയിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ അടക്കം കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. വളരെ കുറ്റമറ്റ രീതിയിൽ വളരെ കൃത്യമായി ഇടപെടുന്ന പോലീസാണ് നമ്മുടെ മുന്നിൽ. നമ്മുടെ ലോ ആൻഡ് ഓർഡർ, നമ്മുടെ നാട്ടിൽ ഒരു വർഗീയ കലാപം പോലും ഉണ്ടാകാതെ കാവൽ നിൽക്കുന്ന പോലീസിനെ കിട്ടാവുന്ന സ്ഥലങ്ങളിലൊക്കെ തലക്കടിക്കാൻ
നമ്മുടെ ചർച്ചകളെ ഈ BJPയും കോൺഗ്രസ് ഉപയോഗിക്കുകയാണ്. സ്മൃതി, നിങ്ങളൊരു സീനിയർ ജേർണലിസ്റ്റ് താങ്കൾ ഇങ്ങനെ പുകഴ്ത്തണ്ട ശ്രീ ഷിജു ഖാൻ. ഉള്ള കാര്യങ്ങൾ പറഞ്ഞല്ലേ പറ്റൂ. TP ചന്ദ്രശേഖരൻ കൊലക്കേസിൽ പ്രതികൾക്ക് നിയമവിരുദ്ധമായ ശിക്ഷയിളവ് നൽകാനുള്ള നീക്കം പൊളിഞ്ഞതിന്റെ പേരിൽ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാരിന്റെ പ്രതികാര നടപടി എന്ന വാർത്ത കഴിഞ്ഞ ദിവസം വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങൾ അതായത് വാർത്തയുള്ളതാണല്ലോ, ഉള്ള വാർത്തയല്ലേ. എന്താ ഇല്ലാത്ത വാർത്തയൊക്കെ നാട്ടിൽ നിങ്ങൾ കൊടുക്കുന്ന വാർത്ത മാത്രമാണോ ജനം വിശ്വസിക്കുന്നത്? അല്ല, അതാണ് ഈ വാർത്തയും. വാർത്ത മാത്രമാണോ ജനം വിശ്വസിക്കുന്നത്? വഞ്ചൂരിലെ ജനജീവിതം തടസ്സപ്പെടുത്തിയുള്ള സമ്മേളനത്തെ കുറിച്ച് വാർത്ത വന്നപ്പോൾ ഷിജു ഖാൻ പ്രതികരിച്ചത് മാധ്യമങ്ങളുടെ കുത്തിത്തിരിപ്പെന്നാണ്. ഷിജു ഖാൻ ഈ സമ്മേളനം ജനജീവിതത്തെ തടസ്സപ്പെടുത്തുന്നു എന്ന വാർത്ത വന്നപ്പോഴും നിങ്ങൾ പ്രതികരിച്ചത് മാധ്യമങ്ങളുടെ കുത്തിത്തിരിപ്പെന്നാണ്. പിന്നീട് ഇപ്പോൾ കോടതി ഇതിപ്പോൾ വടിയെടുത്തപ്പോഴല്ലേ ഈ വിട്ടുവീഴ്ച മനോഭാവവും. ഇല്ല, ഏത് സമയത്താണ് പ്രതികരിക്കുന്നത്? ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് ജില്ലയിലെ അല്ല, അത് സ്മൃതി പറയുന്ന സമയത്ത് പ്രതികരിക്കണം. ഞങ്ങളുടെ പാർട്ടിക്ക് ഉത്തമ ബോധ്യം വരുന്ന സമയത്ത് കോടതി ഇടപെട്ട ശേഷമാണ് ബോധ്യം ഉണ്ടാകുന്നത്. ചെറിയ പിഴവെന്ന് പറയുന്നത് ചെറിയ പിഴവായിരുന്നില്ലല്ലോ ഷിജു ഖാൻ. ഞങ്ങൾക്ക് കടപ്പാടും നിങ്ങളോടില്ല, ഞങ്ങൾ ജനങ്ങളോടാണ് ഞങ്ങളുടെ കമ്മിറ്റ്മെന്റ്. ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചതിനെ കുറിച്ചാണ് കോടതിയുടെ ചോദ്യങ്ങൾ ഈ തുടർച്ചയായ ദിവസങ്ങളിൽ കോടതി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചതിനെ കുറിച്ചാണ് ഷിജു ഖാൻ. അല്ല, ഞാൻ പറഞ്ഞത് ജനങ്ങളെ മുഴുവൻ ഇത്രയും വലിയ ഒരു ദിവസം മുഴുവൻ ഞങ്ങളുടെ കൂടെ രാഷ്ട്രീയ പാർട്ടികൾ കോടതി വളരെ പറയുമ്പോൾ ഞങ്ങൾ കൊലപാതകം ചെയ്യും, റോഡ് തടയും, എന്നിട്ട് പിന്നീട് നിങ്ങളുടെ നേതാക്കന്മാർ പ്രസ്താവന ഇറങ്ങും. നിങ്ങൾ കുമ്പസാരം ചെയ്ത് കഴിയുമ്പോഴെല്ലാം സമരത്തിൽ സംഘർഷമെല്ലാം ഉണ്ടാകുന്നു. ഷിജു ഖാൻ നോക്കൂ, ഇവിടെ സമരം ചെയ്യുന്നതിന് പണം കെട്ടിവെക്കണം എന്നടക്കമുള്ള ഉത്തരം പറയാൻ സമയം തരൂ. അല്ല, ഉത്തരം തന്നെ ഷിജു ഖാൻ തന്നെയാണ് ഇത്രയും നേരം സംസാരിക്കുന്നത്. എന്താ സംശയം? ഇവിടെ സമരം ചെയ്യുന്നതിന് നേരത്തെ മുൻകൂട്ടി സമയം നിശ്ചയിച്ച് പണം നൽകണമെന്നുള്ള ആലോചനയിലേക്ക് വരെ കടന്നിരുന്നതല്ലേ ഒരു ഘട്ടത്തിൽ. അപ്പോൾ അത്ര പോലും ഇവിടെ പുറത്ത് ഇറങ്ങി പ്രതിഷേധിക്കുന്നതിൽ എങ്ങനെ വേണമെന്നൊരു തീരുമാനത്തിലേക്ക് പോയ സർക്കാരാണെന്നേ. നിങ്ങളുടെ സമ്മേളനത്തിന് നിങ്ങൾ തീരുമാനിക്കും എവിടെ നടത്തണമെന്ന്. അപ്പോൾ നാട്ടുകാർ വേറെ വഴിക്ക് പോയിക്കൊള്ളണം. വഴിയില്ലെങ്കിൽ വഴിയില്ല, ആ സമയത്ത് അവിടെ പോകണ്ട എന്ന് തീരുമാനമെടുക്കുകയാണ്. അതാണ് സംഭവിച്ചത്. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ ചർച്ചയ്ക്കിടയിലേക്ക് നിങ്ങൾ നവകേരള യാത്രയെ കൊണ്ടുവന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഞാൻ പറയുന്നത് 2 മണിക്കൂർ കൂടി ഈ ചർച്ച നീട്ടണം. 10 മണി വരെ ഞാനിരിക്കാം. നിങ്ങൾ പറഞ്ഞ ഓരോ പോയിന്റിനെ കുറിച്ച് ഞാൻ മറുപടി പറയാം, എൻ്റെ അഭിപ്രായം പറയാം. ഞാൻ സൂചിപ്പിച്ച കാര്യം എന്താ, നമ്മുടെ നാട്ടിൽ ഇപ്പം ഇന്നത്തെ കോടതി പരാമർശം മാത്രമല്ല, CPIM മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുടെ പൊതുയോഗങ്ങൾ, സമരങ്ങൾ, പ്രകടനങ്ങൾ, ഉത്സവങ്ങൾ, പള്ളിയിലെയും അമ്പലത്തിലെയും ചർച്ചിലെയും ഘോഷയാത്രകൾ നമ്മുടെ നാട്ടിൽ റോഡിന്റെ നടുക്ക് ഷിജു ഖാൻ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമാണ്. ഷിജു ഖാൻ ആവർത്തിച്ചു പറയുന്ന കാര്യമാണ്. ഇല്ല, ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് അവരുടെ എല്ലാം ജനങ്ങളുടെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലൊന്നും അല്ല. അല്ലല്ല, മറ്റ് പാർട്ടികളുടെ പൊതുയോഗം നടന്നതെന്നും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്നും പറഞ്ഞ് നടു റോഡിൽ സ്റ്റേജ് കെട്ടി ജനത്തെ ബന്ദിയാക്കിയതിനെ ന്യായീകരിക്കരുത്. കേൾക്കുന്നവർക്ക് ഉളുപ്പുണ്ട് ഷിജു ഖാനെ. ശരി, ഞാൻ തിരിച്ചു ചർച്ചയിലേക്ക് അടുക്കും. മുഹമ്മദ് ഷാ, ഇപ്പോൾ തുടർച്ചയായി ഇപ്പോൾ ഷിജു ഖാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനങ്ങളും സമരങ്ങളും അത് മാത്രമാണോ വിമർശിക്കപ്പെടേണ്ടത്? ഇവിടെ ഉത്സവങ്ങളുടെ പേരിൽ റോഡുകൾ കൊട്ടിയടയ്ക്കാറുണ്ട്. വലിയ രീതിയിൽ ഉറക്കെ പാട്ട് വെച്ച് ക്ഷേത്രങ്ങളായാലും മറ്റു ഉത്സവങ്ങളായാലും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതും ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. അതിന്മേലൊന്നും ശക്തമായ ഒരു പ്രതികരണമോ വിമർശനമോ കോടതിയിൽ നിന്നുണ്ടായിട്ടില്ല എന്നൊരു ചോദ്യം. ഞാൻ ആദ്യം മുതലേ ഷിജു ഖാൻ പറയുന്നത് ഉത്സവങ്ങൾ, പ്രദക്ഷിണങ്ങൾ, ഘോഷയാത്രകൾ, ഇതൊക്കെ മതങ്ങളുമായി ബന്ധപ്പെട്ട, വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ, അത് നടത്തുമ്പോൾ അതിനെ ഒരു സൈഡിലേക്ക് വെച്ചിട്ട് ഇന്നലെ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ട് കാര്യത്തിന് ന്യായീകരിക്കാനാണ് ഷിജു ഖാൻ ശ്രമിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഈ ഉത്സവങ്ങളായാലും പ്രദക്ഷിണങ്ങളായാലും എന്തായിരുന്നാലും പെരുന്നാളായാലും ഒക്കെ, അല്ലെങ്കിൽ പ്രോഗ്രാംസ് ആയാലും ഒക്കെ,
ഇതൊക്കെ നിയന്ത്രിക്കേണ്ടത് സ്റ്റേറ്റ് പോലീസാണ്. അപ്പോൾ സ്റ്റേറ്റ് പോലീസിൻ്റെ നിയന്ത്രണം ഉണ്ടായില്ല എന്നതാണ് ഇതിൻ്റെ ശരിക്കും ബോട്ടം ലൈൻ. അതായത് ഇപ്പോൾ ഉണ്ടായ സംഭവത്തിൽ സ്റ്റേറ്റ് പോലീസ് അത് അങ്ങനെ നടന്നോട്ടെ, ജനങ്ങൾ ബുദ്ധിമുട്ടിച്ചോട്ടെ, ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടതില്ല, ഞങ്ങൾ അതിൽ ഇടപെടേണ്ടതില്ല എന്ന പോലീസിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡുണ്ടല്ലോ, അതിനെതിരെയാണ് ഇന്ന് കോടതി പ്രതികരിച്ചിരിക്കുന്നത്. ഇനി അതിനർത്ഥം സ്റ്റേറ്റിൽ ഇപ്പോൾ കഴിഞ്ഞ 8-9 വർഷമായിട്ട് ഇടതുപക്ഷം ഇവിടെ ഭരിക്കുകയാണ്. ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും മതപരമായ ചടങ്ങുകളിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വലിയ ആചാരങ്ങൾ, ഇപ്പോൾ ശബരിമല പോലെയുള്ള വലിയ ഇത് നടക്കുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ നാട്. ആ നാട്ടിലെ എല്ലാ ആളുകളും അത് അഡ്ജസ്റ്റ് ചെയ്ത്, കാരണം അത് വലിയ വിശ്വാസത്തിൻ്റെ ഭാഗമായി ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഞാനത് ആ നാട്ടിൽ ജനിച്ചിട്ടാണ്. അപ്പോൾ നമ്മളൊക്കെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് വിശ്വാസ പ്രമാണങ്ങൾ ഒരുപാട് പ്രാധാന്യമുണ്ട് ഈ രാജ്യത്ത്. ആ പ്രാധാന്യമായിട്ട് തന്നെ നമ്മൾ കാണണം. അത് പറ്റില്ല എന്ന്, കമ്മ്യൂണിസ്റ്റായിട്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യപ്പെടണം. ഇപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ഇപ്പോൾ ശബരിമല പിരിഗ്രിമേജായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മൾ വൺവേകളൊക്കെ ഇട്ട് തന്നെ ആ പിരിഗ്രിംസിന് പോകാൻ വേണ്ടി പ്രത്യേക കാര്യങ്ങൾ നടത്തും. സാധാരണക്കാർക്ക് പോകാനുള്ള വേറൊരു വഴികൾ നോക്കും. ഇതൊക്കെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യേണ്ടതും ഗവൺമെൻറ് തന്നെയാണ്. പോലീസിങ്ങിൽ അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതും ഗവൺമെൻറ് തന്നെയാണ്. സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ നമ്മൾ ചെയ്യുമ്പോൾ മുതിർന്ന നേതാക്കൾ ഇരുന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുത്തു. ഈ ചെറുപ്പക്കാരുടെ ചിലപ്പോൾ നമ്മുടെ വിദ്യാർത്ഥി സംഘടനകളുടെയോ അല്ലെങ്കിൽ യുവജന സംഘടനകളുടെയോ ഒക്കെ വരുമ്പോൾ അവർ അഗ്രസീവായി പോകുമെന്ന് പറയുമ്പോൾ സീനിയർ നേതാക്കൾ പ്ലാനിങ് നടത്തും. പ്രോഗ്രാം നടത്തുമ്പോൾ അവർ എത്ര ആളുകൾ നമ്മൾ വരുന്നുണ്ടാവും, എവിടെയായിരിക്കും നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത്, അവിടെ റോഡ് ബ്ലോക്കേജ് ഉണ്ടാകുമോ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമോ, ഈ സമരം കൊണ്ട് നമ്മുടെ ജനപിന്തുണ കുറയുമോ, കാരണം അങ്ങനെയുള്ള ചിന്തകൾ വെച്ചിട്ടാണ് നമ്മളെപ്പോഴും ഈ പ്രോഗ്രാം ചാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് പറ്റുന്ന സ്ഥലം നമ്മൾ കണ്ടെത്തും. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, CPM-ൻ്റെ വിസിബിലിറ്റി ഉണ്ടാക്കാനാണോ ശ്രമിക്കുന്നത്? CPM ഇൻവിസിബിളായി പോവുകയാണ്. ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ വിസിബിലിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണോ? ആ ശ്രമമാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ അതിന് പോലീസ് അതിന് യാതൊരു ആക്ഷേപം, അല്ലെങ്കിൽ എന്ത് റീസണാണ്, എന്തിനാണ് ഇങ്ങനെ ഇത്ര ഒരു സ്ഥലത്ത് നടുറോടി കൊണ്ട് കെട്ടിട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? CPM പോലൊരു പാർട്ടിക്ക് എന്ത് ആവശ്യമാണ്? എവിടെ വേണമെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം അവർക്കില്ലേ? ആരോട് ചോദിച്ചാലും അവരെ സൗകര്യപ്പെടുത്തി അവർക്ക് തരില്ലേ? എന്തിനാ വഞ്ചൂർ പോലൊരു സ്ഥലത്ത് ഒരു വലിയ പ്രശ്നമായി, അത് വലിയൊരു പ്രശ്നം, അതായത് CPM-ൻ്റെ കൂടെ ഒരുപാട് ജനങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാൻ കൺജസ്റ്റഡായ ഒരു സ്ഥലത്ത് നടുറോഡിൽ ഉണ്ടാക്കി കഴിയുമ്പോൾ വലിയ ബ്ലോക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ CPM-ൻ്റെ സമ്മേളനം മൂലം ഈ സിറ്റി മുഴുവൻ ബ്ലോക്കായി എന്ന് വരുത്തി തീർക്കണം. അതാണ് ഉദ്ദേശം. ഞാൻ ഒരു കാര്യം അടിയിൽ നിന്ന് ഒളിച്ചു അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, പാതയോരത്തെ പൊതുയോഗങ്ങൾ പാടില്ല എന്നൊരു ഉത്തരവ് നേരത്തെയുണ്ട്. അപ്പോൾ അത് പാലിക്കാത്തത് CPIM മാത്രമാണോ എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അതായത് പാതയോരത്തെ പൊതുയോഗങ്ങൾ പാടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പം നമുക്കുണ്ടായത് എന്താ വെച്ചാൽ, പൊതുയോഗങ്ങളെ സംബന്ധിച്ച് പൊതുയോഗം എന്ന് മാറ്റുന്നത് പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിലൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചില തർക്കങ്ങളൊക്കെ ഉണ്ട്. കാരണം പ്രതിഷേധം എന്ന് പറയുന്നത് ഭരണകൂടങ്ങൾക്കെതിരെയുള്ള ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് അതിന് ആർട്ടിക്കിൾ 19(1) ആയിട്ട് മാറും. ചില സമയത്ത് ഒരു ഭരണകൂട്ടത്തിനെതിരെ നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടി വരും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ. അവിടെയൊക്കെ അതല്ല ഇവിടെ സംഭവിക്കുന്നത്. ഇത് ധാർഷ്ട്യമാണ്. ഞാൻ ഭരണക്കാരനായതുകൊണ്ട് എൻ്റെ പോലീസ് ഞാൻ പറയുന്നത് ചെയ്യും. എന്നെ അറസ്റ്റ് ചെയ്യാൻ ഒരു പോലീസും വരില്ല. അറസ്റ്റ് ചെയ്താൽ നീ പിക്ചറിലുണ്ടാവില്ല, അല്ല നീ ഇരിക്കുന്ന കസരിൽ നിന്ന് തെറിപ്പിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നില്ല. ഞാൻ തീർത്ത് പറയുകയാണ്, CPM എന്ന രാഷ്ട്രീയ പാർട്ടി അപ്രത്യക്ഷമാകുന്ന തരത്തിലേക്ക് ജനങ്ങൾ വെറുത്തുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളുടെ ഈ പോലീസിങ്ങിന് കൂടെ കൂടിക്കൊണ്ട് നിങ്ങളെ പൂർണ്ണമായും ഈ നിഷ്കാസനം ചെയ്യപ്പെടുന്ന സാഹചര്യം സ്റ്റേറ്റിലുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയണം. കോടതി ഇടപെട്ടത് പോലീസിൻ്റെ നിഷ്ക്രിയത്വത്തിലാണ്. ആ നിഷ്ക്രിയത്വം നിങ്ങളുടെ പോലീസിങ്ങിലാണ് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കുകയാണ് യോഗത്തിൽ. ആ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ പ്രതി ചേർക്കാൻ പോലീസ് മടിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ഒരു വലിയ ജനകീയ വിഷയത്തിൽ സെക്രട്ടേറിയറ്റ് നടയിൽ പ്രക്ഷോഭം നടത്തിയ വിദ്യാർത്ഥികളെ എത്ര ദിവസം നിങ്ങൾ അകത്തിട്ടു? എത്ര തവണ നിങ്ങളുടെ പ്രോസിക്യൂട്ടർമാർ കോടതിയിൽ വന്നിട്ട് ജാമ്യം കൊടുക്കാൻ പറ്റില്ല, വലിയ ഭീകരനാണ് എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ? എന്നിട്ട് നിങ്ങൾ വലിയ പണം അടയ്ക്കണമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഇതെല്ലാം നിങ്ങൾ പറഞ്ഞില്ലേ? ഇല്ലാത്ത കാര്യങ്ങൾ കണക്ക് വിളിച്ച് നിങ്ങൾ വന്നിട്ടില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഭരണകൂടവുമായി നിൽക്കുന്ന നിങ്ങൾക്ക് ആ പോലീസ്, സെയിം പോലീസിന് തിരിച്ച് നിങ്ങളുടെ വിഷയം വരുമ്പോൾ നിഷ്ക്രിയമായിരിക്കാൻ കഴിയുന്നു എന്നാണ് ഇതിനകത്ത് തെറ്റ്. ശരി, വിഷ്ണുവിലേക്ക് വരാം. വിഷ്ണു, ഞാൻ നേരത്തെ ശ്രീ മുഹമ്മദ് ഷായോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്. ഈ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടും മതസംഘടനകളോട് എന്തുകൊണ്ട് കോടതി ഒരക്ഷരം മിണ്ടുന്നില്ല എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഹലോ സ്മൃതി. ഹലോ, കേൾക്കാം വിഷ്ണു, പറഞ്ഞോളൂ.
കേൾക്കാം പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് മതസംഘടനകളോടൊന്നും കോടതി എന്താണ് വിമർശനം ഉന്നയിക്കാത്ത? ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ റോഡ് കൊട്ടിയടയ്ക്കാറുണ്ട്. പിന്നെ ക്ഷേത്രങ്ങളിൽ ഉറക്കെ പാട്ട് വയ്ക്കുന്ന വിഷയമുണ്ടല്ലോ, അത് ജനങ്ങളുടെ ബുദ്ധിമുട്ടാണല്ലോ പ്രധാനമായും ഇപ്പോൾ കോടതി പറയുന്നത്. അത് എല്ലാവർക്കും കേൾക്കാൻ താല്പര്യമുണ്ടായിരിക്കില്ല. അപ്പോൾ അത് വളരെ ഉറക്കെ പരീക്ഷാ കാലത്തൊക്കെ പല ക്ഷേത്രങ്ങളിൽ നിന്നും അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതും വിമർശന വിധേയമാക്കേണ്ടതല്ലേ എന്ന് ചോദ്യം. അല്ല സ്മൃതി, ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു വഞ്ചൂരുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. വഞ്ചൂരിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വഞ്ചൂർ, പേട്ട, പാളയം തുടങ്ങിയ പരിസര പ്രദേശങ്ങളിലെല്ലാം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ CPM ഉണ്ടായിരുന്ന ഒരു സ്വാധീനമെന്ന് പറയുന്നത് ഒരുപാട് ഗുണ്ട ഗ്യാങ്ങുകളുമായി ബന്ധപ്പെട്ട സ്വാധീനമാണ്. അപ്പൊ അവരൊക്കെ തന്നെ അവിടെ ഒരു കയ്യൂക്കിന്റെ ബലത്തിൽ മാത്രം രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നവരാണ്. ഷിജു ഖാൻ തന്നെ ശിശു സമിതിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അവിടെ തന്നെ ഒരു ഇതുണ്ടല്ലോ, ഒരു കൊലക്കേസ് പ്രതിക്ക് അവിടെ ഒരു തൊഴിൽ ജോലി കൊടുത്തിരുന്നു. അയാൾ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ഇപ്പോൾ ഒരു കേസുമായി RSS പ്രവർത്തകനെ കൊലപാതകം ചെയ്തതിന്റെ പേരിൽ വിചാരണ നേരിടുകയാണ്. അജികുമാർ എന്ന് പറയുന്ന അയാളടക്കം ഈ സംഘടനാ പ്രവർത്തനം നടത്തുന്ന CPMന്റെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് വഞ്ചൂർ എന്ന് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അത്രയും ഗുണ്ടാ പ്രവർത്തനം ചെയ്തവരെയൊന്നും CPMന് കിട്ടാതെ വരുമ്പോൾ ജനങ്ങളുടെ മുഴുവൻ ആശങ്കയുടെ മുന്നിൽ നിർത്താൻ എല്ലാവരെയും ഞങ്ങൾ എന്തും ചെയ്യുമെന്നൊരു ധാർഷ്ട്യം കാണിക്കാൻ വേണ്ടി തന്നെയാണ് വഞ്ചൂരിൽ CPM കരുതി കൂട്ടിക്കൊണ്ട് പൊതുജന ജീവിതം താറുമാറാക്കിക്കൊണ്ട് ഒരു പൊതുയോഗം നടത്തിയത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇത് CPMനെ സംബന്ധിച്ചുള്ള ഒരു ക്രെഡിറ്റ് ആണ്. ഞങ്ങളോട് ചോദിക്കാൻ ആരുമില്ല, ഞങ്ങളെ വെല്ലുവിളിക്കാൻ ആരുമില്ല, ഞങ്ങൾ വേണ്ടി വന്നാൽ കോടതിക്കുള്ളിൽ വെച്ച് പോലും പൊതുയോഗം നടത്തുമെന്നുള്ളതാണ്. ആ കോടതി പരിസരത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു പൊതുയോഗം പോലും നാളിതുവരെ നടത്താൻ തയ്യാറായിട്ടില്ല. പിന്നെ സ്മൃതി ഇപ്പൊ ചോദിച്ച ചോദ്യത്തോട്, ഇവിടെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും തങ്ങളുടെ ആരാധനയുമായി ബന്ധപ്പെട്ട് മൈക്ക് ഉപയോഗിക്കൽ നിയന്ത്രണം വേണമെന്ന് നേരത്തെ തന്നെ കോടതി പറഞ്ഞിരുന്നു. പോലീസ് എല്ലാവരെയും വിളിച്ചിരുത്തി ഒരു അമിക്കബിൾ ആയിട്ടുള്ള ഒരു തീരുമാനം ഭരണകൂടം ഉണ്ടാക്കട്ടെ, ഞങ്ങൾ എല്ലാവരും പൊതുപരിപാടികളൊക്കെ ഉണ്ടാകാറുണ്ട്. ഈ റോഡ് കൊട്ടി അടച്ചിട്ടല്ല എന്ന് മാത്രം എത്രയോ തവണ കണ്ടിട്ടുണ്ട് അവിടെ നിന്ന് നേതാക്കൾ പ്രസംഗിക്കുന്നത്. അല്ല, റോഡ് കുത്തി അടച്ചിട്ട കോടതി സമയത്ത് പോലും ഗതാഗതം സ്തംഭിച്ചുകൊണ്ട് ഒരാളും അവിടെ പൊതുയോഗവും വലിയ രീതിയിൽ കോടതിക്ക് പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന തരത്തിൽ ഉണ്ടാകാറില്ല. അതൊക്കെ ഇല്ലെങ്കിൽ ഒരു 5 മണിക്കൊക്കെ ശേഷമേ നടത്താറുള്ളൂ. ഇത് പകല് പോലും വലിയ ശബ്ദമിട്ടുകൊണ്ട് തന്നെയാണ് CPM പൊതുയോഗം നടത്തിയത്. ഞങ്ങളൊക്കെ എല്ലാ ദിവസവും വഞ്ചൂരിൽ കാണുന്നതാണല്ലോ. ആരാണ് കോടതി സമയത്ത് അവിടെ പൊതുയോഗം നടത്തിയത്? ഞങ്ങളാരും നാളെ ദൂരെ കണ്ടിട്ടില്ല. സ്മൃതി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ല. സാഹചര്യങ്ങൾ വൈകുന്നേരങ്ങളിൽ അവിടെ റോഡ് സൈഡിലൊക്കെ സമ്മേളനങ്ങൾ നടക്കാറുണ്ട്. പരിപാടികൾ സന്ധ്യയ്ക്ക് ശേഷം അത് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ശബ്ദത്തോടു കൂടി നടത്താറുള്ളൂ. അല്ലാതെ വലിയ ശബ്ദം നടത്താൻ പോലീസ് ഒരു കാരണവശാലും അനുമതി കൊടുക്കാറില്ല. ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളവരാണ്. പക്ഷെ അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിരുന്നിട്ടും വലിയ ശബ്ദ കോലാഹലം നടത്തിക്കൊണ്ട് കോടതികളൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് വലിയ പാട്ടുകളൊക്കെ ഇട്ടുകൊണ്ട് നടത്തുമ്പോൾ പോലീസ് കയ്യും കെട്ടി നോക്കിയിരുന്നു. അന്നേ ദിവസം ഉച്ചയ്ക്ക് 12 മണിയോട് SHO വിളിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ തന്നെ പോലീസ് പറയുന്നത് ഞങ്ങൾക്ക് യാതൊരുവിധ നടപടി സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് SHO ഫോൺ കട്ടുകയാണ്. കാരണം നടപടി സ്വീകരിച്ചാൽ അദ്ദേഹത്തിന് പിന്നെ അവിടെ ഇരിക്കാൻ കഴിയില്ല. കാരണം മഞ്ചൂരാണ് പ്രദേശം. CPM പോലീസുകാരെ പോലീസ് സ്റ്റേഷനിൽ പോലും കയറി ആക്രമിച്ച CPMകാരുള്ള ഒരു പ്രദേശമാണത്. ശരി, ഏരിയ സെക്രട്ടറിയോട് പറഞ്ഞിരുന്നു എന്നുള്ളതാണ് SHOയുടെ വിശദീകരണം. മറുപടി പറയാം ഷിജു ഖാൻ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആ തിരിച്ചറിവിൽ നിന്നും നിങ്ങൾ എടുക്കുന്ന തീരുമാനം എന്ത് എന്ന് കൂടി പൊതുജനങ്ങളോട് പറഞ്ഞോളൂ, വളരെ ചുരുക്കി. പിന്നെ സ്മൃതി, വിഷ്ണുവിന് ഈ വഞ്ചൂരും ഈ പേട്ടയും കൈതമുക്കും ഇതിൻ്റെ ഒരു ജിയോഗ്രഫിയും ഒന്നും വലിയ പിടിയില്ലാത്ത ആളാണ്. ഈ വഞ്ചൂരിൽ നിന്ന് എന്ന് പറയുന്നത് അതിൻ്റെ 2-3 കിലോമീറ്റർ പരിധിയിലെ പേട്ട എൻ്റെ അച്ഛൻ്റെ നാടാണ്. ഞാൻ ജനിച്ച് ഏതാണ്ട് 38 വർഷമായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അവിടെ CPMും അതിൻ്റെ ഭാഗമായി എന്തോ വലിയ ഗുണ്ടാ പ്രവർത്തനം നടത്തി ജനങ്ങൾക്കെതിരായ നിലപാട്, ഇതൊക്കെ ശുദ്ധ അസംബന്ധമാണ് ഒരു ടെലിവിഷൻ ചർച്ചയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും മാതൃകാപരമായ രാഷ്ട്രീയ കേൾക്കൂ. പറയട്ടെ, അത് പറയൂ ഷിജു ഖാനെ. എനിക്ക് മഞ്ചൂർ അറിയില്ല, താങ്കൾക്ക് അറിയാലോ, പറയൂ. അദ്ദേഹം പറയട്ടെ, സമയം കഴിയുകയാണ്, ഒന്ന് വേഗം പറയൂ. ഇതൊരു ശരിയായ സമീപനമല്ല. 15 മിനിറ്റ് ചർച്ച നീട്ടണം. അതായത് ഈ ജിയോഗ്രഫി ഒന്നും പിടിയില്ലാത്ത എവിടെ നിന്നോ വന്ന് ഇതെല്ലാം ഗൂഗിൾ മാപ്പിലൂടെ കാണുന്ന ആളാണ് ഈ വിഷ്ണു. ഗൂഗിൾ മാപ്പിലൂടെയാണ് മഞ്ചൂരിനെ കാണുന്നത്. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ കൃത്യമായി ഉത്തരം പറയൂ. ഞാൻ ചോദിച്ചൊരു ചോദ്യം, എനിക്ക് മഞ്ചൂരും കൈതമുക്കും പേട്ടയും ഒന്നും അറിയില്ല, സമ്മതിച്ചു.
ഞാനിവിടെ വെട്ടുകാട് പെരുന്നാളിനെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ. താങ്കൾ കൂടി ജനറൽ സെക്രട്ടറി ആയിരുന്ന ശിക്ഷീയ സമിതിയിൽ ജോലി ചെയ്യുന്ന കൊലപാതകത്തിലെ പ്രതി ഏത് മേഖലയിലാണ് നിങ്ങളുടെ സംഘടനാ പ്രവർത്തനം നടത്തുന്നത് അത് മാത്രം പറയൂ. ഇതെല്ലാം നിർത്തണമെന്ന അഭിപ്രായം എനിക്കില്ല. ഞാൻ ജിയോഗ്രഫി ഒന്നും ചോദിച്ചില്ല. വ്യത്യസ്തങ്ങളായ സാംസ്കാരിക ശബ്ദങ്ങളാണ് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയൂ. അതൊന്നും നിരോധിക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. പിന്നെ സ്മൃതി, ഞാൻ പറഞ്ഞത് പൊതുവിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു കൂട്ടായ ചർച്ച നടക്കണം, ജനാധിപത്യപരമായ ഒരു ചർച്ച നടക്കണം. CPIM തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ട് നിലപാട് സ്വീകരിക്കും. ഞങ്ങളുടെ ഭാഗത്ത് എവിടെ പെശകുണ്ടായാലും തിരുത്തുന്നവരാണ് ഞങ്ങൾ. പക്ഷേ സമരത്തിന്റെ പേരിൽ ഒരു KSRTC പ്രവർത്തനം തല്ലിക്കൊന്നവരാണ് ഈ തിരുവനന്തപുരത്തെ RSSകാർ. അവിടെ കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിലെ ദേശീയ പതാകയെ അപമാനിച്ച് എയർപോർട്ടിൽ സമരം നടത്തിയവരാണ് അവരുടെ തെറ്റ് അവർ തിരുത്തുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പെശകുകളെ തീർച്ചയായിട്ടും ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യും. ഞങ്ങൾക്ക് ജനങ്ങളോട് വലിയ പ്രതിബദ്ധതയുണ്ട്. ഹൈക്കോടതി കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന രൂക്ഷമായ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പൂർണ്ണമായും നൽകുമോ പോലീസ് എന്നുള്ളതാണ് അറിയേണ്ടത്. വളരെ നന്ദി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഡോക്ടർ ഷിജു ഖാൻ, അഡ്വക്കേറ്റ് BG വിഷ്ണു ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.